മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് നമ്മളിനി പോകുന്നത്. മലപ്പുറം കോട്ടക്കലിൽ മഹാവേള വിൽപ്പനശാലയിൽ തീപിടുത്തം. അഗ്നിരക്ഷാസേന എത്തി തീ അണയ്ക്കാൻ ശ്രമം തുടരുകയാണ്. ജിഷാദ് വളാഞ്ചേരിയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി നമ്മോടൊപ്പം. ജിഷാദ്, എങ്ങനെയായിരുന്നു ഈ തീപിടുത്തം ഉണ്ടാകുന്നത്? ആളപായം എന്തെങ്കിലും ഉണ്ടോ? കൂടുതൽ വിവരങ്ങൾ. അനുശ്രീ, കോട്ടക്കലിലാണ് ഈ വൻ തീപിടുത്തം ഉണ്ടാകുന്നത്. കോട്ടക്കലിലെ വ്യാപാര സ്ഥാപനത്തിനാണ് തീ പിടിച്ചത്. കോട്ടക്കൽ ടൗണിൽ പ്രവർത്തിക്കുന്ന സീനറ്റ് ടെക്സ്റ്റൈൽസിന്റെ ഓപ്പോസിറ്റായി പ്രവർത്തിക്കുന്ന മഹാമേള എന്ന പേരിൽ 200 രൂപയ്ക്ക് എല്ലാ സാധനങ്ങളും വിൽക്കുന്ന കടക്കാണ് തീ പിടിച്ചത്. രാവിലെ 5 മണിക്കായിരുന്നു തീപിടുത്തം. കോട്ടക്കൽ ടൗണിലൂടെ സഞ്ചരിക്കുന്ന ബൈക്ക് യാത്രക്കാരനാണ് ഈ തീപിടുത്തം ആദ്യം ശ്രദ്ധയിൽപ്പെടുന്നത്. പിന്നീട് നാട്ടുകാരുടെയും ഫയർഫോഴ്സിനെയും വിവരം അറിയിക്കുകയായിരുന്നു ഇയാൾ. കടയിൽ 3 ജീവനക്കാരുണ്ടായിരുന്നു. ഈ 3 പേരെയും രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. 3 പേരെയും കോട്ടക്കലിലെ അൽമാസ് ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിട്ടുള്ളത്. ഇവരുടെ പരിക്ക് ഗുരുതരമല്ല. എന്നാൽ ഫയർഫോഴ്സിന്റെ സമയോചിതമായ ഇടപെടൽ കാരണം ഈ മറ്റ് സ്ഥാപനങ്ങളിലേക്ക് പടരാതിരിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ വ്യാപാര സ്ഥാപനം പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. തീ നിയന്ത്രണ വിധേയമാണെന്നാണ് ഫയർഫോഴ്സ് അറിയിക്കുന്നത്. അനുശ്രീ, ശരി ജിഷാദ് വളാഞ്ചേരിയാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. जनता स्टूडियोന്റെ നേരെ ഓപ്പോസിറ്റുള്ള മഹാമേള ഇന്ന് കോട്ടക്കൽ ജനതാ സ്റ്റുഡിയോന്റെ നേരെ ഓപ്പോസിറ്റുള്ള മഹാമേള US ഷട്ട്ഡൌൺ 39ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ വ്യോമയാന മേഖലയിൽ വൻ പ്രതിസന്ധി. 1000 വിമാന സർവീസുകൾ റദ്ദാക്കി. ജീവനക്കാരുടെ കുറവ് കാരണം നിരവധി വിമാനത്താവളങ്ങളിൽ യാത്രക്കാരുടെ നീണ്ട നിരയാണ് അനുഭവപ്പെടുന്നത്. അതേസമയം ഷട്ട്ഡൌൺ 39ാം ദിവസത്തിലേക്ക് കടക്കുമ്പോഴും ഡെമോക്രാറ്റുകളുടെ ഒരാവശ്യവും ട്രംപ് അംഗീകരിച്ചില്ല. ന്യൂക്ലിയർ ഓപ്ഷൻ ഉപയോഗിച്ച് ഫിലിബസ്റ്റർ ചട്ടം റദ്ദാക്കാൻ പ്രസിഡന്റ് റിപ്പബ്ലിക്കൻസിനോട് ആഹ്വാനം ചെയ്തു. അജയ് സുധാ ബിജുകൊണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അജയ്, 39ാം ദിവസത്തിലേക്ക് കടക്കുമ്പോഴും യാത്രക്കാർ അടക്കം നേരിടുന്നത് വലിയ തരത്തിലുള്ള പ്രതിസന്ധിയാണ്. ഒപ്പം ഇതിനൊരു പരിഹാരം എന്നതിന് ട്രംപ് ഭരണകൂടം തയ്യാറാകുന്നുമില്ല. അതെ, തീർച്ചയായിട്ടും. ഇപ്പോൾ അമേരിക്കയിൽ ട്രംപ് ഒരു കടുംപിടുത്തം അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ പുതിയ ധനബില്ല് അത് അവതരിപ്പിക്കുന്നതിലെ പ്രതിസന്ധിയാണ് ഇത്തരത്തിൽ ഈ US ഷട്ട്ഡൗൺ 39ാം ദിവസവും നീളാനുള്ള പ്രധാനപ്പെട്ട കാരണം. എന്നാൽ 2018 ഇതിനു മുൻപ് തന്നെ ട്രംപ് അധികാരത്തിലിരുന്നപ്പോൾ ഒരു ഷട്ട്ഡൗൺ 53 ദിവസങ്ങൾക്ക് മുകളിലേക്ക് നീണ്ട ചരിത്രമൊക്കെ ഇതിന് മുൻപേ US തന്നെ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ അതുവരെ എത്തിയിട്ടില്ല. എന്നാൽ അതിനപ്പുറം ഇത് കടക്കാനുള്ള എല്ലാ സാധ്യതയുമാണ് നിലവിൽ കാണുന്നത്. ട്രംപ് ഇപ്പോൾ നിലവിൽ തൻ്റെ പാർട്ടിയായിട്ടുള്ള റിപ്പബ്ലിക്കൻസിനോട് പറയുന്നത്, നിങ്ങൾ എത്രയും വേഗം ഒരു കടുത്ത നിലപാട്, ഒരു ന്യൂക്ലിയർ ആക്ഷൻ ഇതിൽ നിങ്ങൾ എടുക്കണം. അതായത് എത്രയും പെട്ടെന്ന് ഈ ഒരു തങ്ങളുടെ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഇത് കണ്ടെത്താനായിട്ട് നിങ്ങൾ മുന്നോട്ട് വരണം. ഫിലിബസ്റ്റർ ചട്ടം എത്രയും വേഗം എടുത്തു കളയണമെന്നാണ് റിപ്പബ്ലിക്കൻസിനോട് പറഞ്ഞത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്കും പിന്നീട് ഓഫീസിലേക്ക് എത്താൻ സാധിച്ചേക്കണം എന്നില്ല എന്നും ട്രംപ് ഒരു ഭീഷണിയായിട്ട് പറയുന്നുണ്ട്. അതായത് ഈ ഫിലിബസ്റ്റർ ചട്ടം എന്ന് പറയുന്നത് ഇപ്പോൾ നിലവിൽ റിപ്പബ്ലിക്കൻസിന് ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയായിട്ട് നിൽക്കുന്ന ഒരു ചട്ടമാണ്. അതായത് ഈ ധനബില്ല് പാസ്സാക്കാനായിട്ട് US പാർലമെന്റിൽ ഏറ്റവും മിനിമം വേണ്ടത് 60 വോട്ടുകളാണ്. എന്നാൽ ഭൂരിപക്ഷമുള്ളത് റിപ്പബ്ലിക്കൻസിന് തന്നെയാണ്. 53 വോട്ട് അവർക്കുണ്ട്. ഇപ്പോൾ നിലവിൽ ഡെമോക്രാറ്റുകൾക്കുള്ളത് 40 ആ ഒരു റേഞ്ചിലുള്ള വോട്ടുകളാണ്. എന്നാൽ ഭൂരിപക്ഷം ഇവർക്കാണെങ്കിലും ഈ നിയമം പുതിയ ധനബില്ല് പാസ്സാക്കാനായിട്ട് ഏറ്റവും കുറഞ്ഞത് 60